പിന്നെ അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് അടുത്തെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലോസപ്പ് എടുക്കും, ഇനി അടുത്ത ഷോട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു, അവരുടെ മനസ്സിൽ ഫുൾ പടം വിത്ത് റെക്കോർഡിംഗ് ഉണ്ട്. ഇപ്പോൾ അതല്ല, ഒന്നും അറിഞ്ഞിടാത്തവർക്ക് പോലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പരിഹാസമായിട്ട് പറയാമല്ലേ, വേറെ ഒന്നുമല്ല, അവർ ഒരെണ്ണം എടുക്കും, എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഇട്ട് കാണുകയാണ്, നമുക്ക് മോണിറ്ററിൽ കാണാം. അത് ശരിയായില്ല, ബാക്കിൽ ഒരു ഇല അനങ്ങുന്നുണ്ട്, ഒരാൾ നടന്നുപോയി, പിന്നെ അയാളുടെ അഭിനയം കുറച്ചുകൂടെ നന്നാവണം, നമുക്കൊന്നുകൂടെ എടുക്കാം. മറ്റേ ആണെങ്കിൽ അയ്യോ എത്ര ഈ ഇതിന് തന്നെ 100 അടി പോയി ഫിലിം, അപ്പോൾ തന്നെ മാറി 10,000 രൂപ മറ്റേ മറിച്ച് എന്നൊക്കെ കണക്കോട്ട് 400 അടി പോയി എന്നൊക്കെ പറയും. ഇപ്പോൾ അതില്ലല്ലോ, ഈ കാർഡ് സിസ്റ്റം ഒക്കെ വന്നതോടുകൂടി നമുക്ക് എത്ര ടേക്ക് വേണം എടുക്കാം, നമ്മുടെ സൗകര്യത്തിന് ഷൂട്ട് ചെയ്യാം, നമ്മൾ കണ്ട് നമുക്ക് ഓക്കെ ആവുന്ന ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ആവുന്ന ആംഗിളിൽ വെച്ചെടുക്കാം. അങ്ങനെ അത്രയും അഡ്വാൻസ്ഡ് ആയിപ്പോയി. പിന്നെ അന്നൊക്കെ ഡബ്ബിങ്, അന്നൊക്കെ നമ്മളൊക്കെ വന്ന കാലത്ത് ഒരു ഡയലോഗ്, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് നമ്മൾ ആ ചുണ്ട് നോക്കി, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ വരരുതെന്ന് പറയും. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കും, ആ പോസ്റ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, നമ്മൾ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടെ വരരുതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഡയറക്ടർ കട്ട്, ടേക്ക് 1ഉം ടേക്ക് 7ഉം ഓക്കെ ആണെന്ന് പറയും. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഒരു ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് കേട്ട് നോക്കാം, മറ്റേ കേൾക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നിൻ്റെ അടുത്ത് ഇവിടെ വരരുതെന്നല്ലേ പറഞ്ഞത്, ഇത് 3ആയിട്ട് ആണെങ്കിൽ എടുക്കാം, ബിറ്റായിട്ട്. അങ്ങനെ ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിപ്പോയി. അക്കരെ നിന്നൊരു മാരം എന്നുള്ളൊരു സിനിമ എടുക്കാം. അപ്പൊ അതിനകത്ത് ചായ വരുന്ന ബൈക്ക് കുടിച്ചു എന്നൊക്കെ പറയുന്ന അറബി ആയിട്ട് ശ്രീനിവാസൻ വരുന്ന മുകേഷ് ചേട്ടനും നെടുമുടി മണി ചേട്ടനൊക്കെ ഉള്ള സീൻ, കുറെ ഡയലോഗ്സ് ഉണ്ട് അതിനകത്ത്, കുറെ ആക്ഷൻസ് ഉണ്ട് അതിനകത്ത്, കുറെ ഫിസിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓവർലാപ്പ് ഡയലോഗുകള്, പ്രശ്നങ്ങള് ഒക്കെ ഉള്ള ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സീനാണ് 3 പേര് ഇരിക്കുകയാണെങ്കിൽ പോലും. ഇത് അന്ന് ഷൂട്ട് ചെയ്യുന്ന മൊത്തം ഫിലിമിലാണ്. അപ്പൊ പക്ഷെ ഇന്ന് നമ്മളത് കാണുമ്പോൾ അതിനകത്തൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഇല്ല, ഒരു വേറെ രീതിയിലുള്ള എറർ ഇല്ല, കറക്റ്റ് ലിപ്സിക് ആണ്. ഇത് ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ അന്ന് ആളുകൾ അത്രയധികം ഡിസിപ്ലിൻഡ് ആണ്, അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആണെന്ന് മാത്രമല്ല കുറെ കൂടെ സീരിയസ് ആണ്. ഇതായിരുന്നു ഞാൻ 75-78 കാലഘട്ടത്തിൽ ശശികുമാർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോഴത്തേക്കും അദ്ദേഹം പറയും, അന്ന് ഫിലിമിൻ്റെ സ്റ്റോക്ക് കിട്ടാനും പാട്. അന്ന് കോത്താരി ആണ് ഇതെല്ലാം വാങ്ങിച്ച് ബ്ലാക്ക് മാർക്കറ്റുമാർ ഒളിച്ചു വെച്ചിട്ട് വില കൂടിയ വിലക്കൊക്കെ വിൽക്കുന്നത്. അപ്പം പുള്ളി പറയും, നമുക്ക് എൻ്റെ അന്ന് പേര് സുധീർ കുമാറാണ്, ഇതൊരു നസീർ സാറോട് ഡയലോഗ് പറഞ്ഞൊരു സീനാണ്, ഇതിനകത്ത് 100 അടി ഫിലിമേ ഉള്ളൂ, 9 മണിക്ക് ഇത് തീരും ഞാൻ ഫിലിമും കിട്ടാനില്ല, ഒന്നുമില്ല, അതുകൊണ്ട് മോനെ ഡയലോഗ് ഒന്ന് കാണാതെ പിടിച്ചേക്കണം. അന്ന് ഡയറക്റ്റ് റെക്കോർഡിങ് കൂടെയാണ്. നമ്മുടെ ഒരു ഡയലോഗ് തെറ്റിക്കഴിഞ്ഞാൽ റീടേക്ക് എടുക്കാൻ ഫിലിമില്ല. അത്രയും അദ്ദേഹം പറഞ്ഞപ്പം നമ്മുടെ ഒരു പിടിവള്ളിയും കൂടെ കയ്യിൽ നിന്ന് പോയി. എന്നറിയാം, ഇത്രയും ശശികുമാർ സാർ സംസാരിക്കുന്നത് വെറുതെ നല്ല മനുഷ്യനാണ്, തങ്കപ്പെട്ട മനുഷ്യൻ, സംസാരിക്കുന്നത് പേടിയാവും. ആ ശരിയായിട്ട് ചെയ്താ നമ്മൾ ചെയ്യാൻ സാറെന്ന് പറഞ്ഞു അത്ര. പക്ഷെ അത്രയും കരുണയുള്ള നല്ല മനുഷ്യനില്ല അദ്ദേഹം. ഈ ശബ്ദത്തിലാണ് വന്നത്, അതുകൊണ്ട് തെറ്റിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡയലോഗ് കാണാതെ പഠിച്ചതിൻ്റെ പകുതി കയ്യിൽ നിന്ന് പോയി. ഞാൻ സാർ എടുക്കാം സാർ, നമ്മളകത്തുനിന്ന് ദൈവത്തിനൊക്കെ പറഞ്ഞു ശരിയാവണേ എന്ന്. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഡയലോഗ് തെറ്റിയ കാറില്ല, പിന്നെ അതൊന്ന് എത്ര ടേക്ക് എടുക്കുക, ഒരു ചിലവുമില്ല, ഒരു നഷ്ടമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് വന്നു. അന്ന് ഇതിൻ്റെ നമുക്ക് ഭയങ്കര ഭയഭക്തിയോടുകൂടി ഒരു ഷോട്ട് പോലും വേസ്റ്റ് ആകരുത്. പിന്നെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് വന്നിരുന്ന് തമാശകളും പറഞ്ഞ് സൊറ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ഷോട്ട് കട്ട് പറഞ്ഞാൽ 9 വേണ്ടി 9 അവരവരുടെ കാരവനിൽ പോയി, എല്ലാവരും അവരുടേതായ ലോകങ്ങളിലേക്ക് പോകും. നമ്മളങ്ങനെയല്ല, ഒറ്റക്കെട്ടായിരുന്നു. ഡബ്ബിങ്ങിന് തന്നെ ഒരാൾ ഡബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി നമ്മളൊക്കെ ചിത്രാഞ്ജലി ദീന്തരിടവും ഒക്കെ എന്ന് പറയുമ്പോൾ എൻ്റെത് വരുമ്പോൾ വരട്ടെ, ഞാൻ കിടന്ന് സ്റ്റുഡിയോ വെളിയില്ല കാർപ്പറ്റിൽ കിടന്ന് ഉറങ്ങും എല്ലാവരും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരുപാട് നമുക്ക് അങ്ങ് അഡ്വാൻസ് ആയിട്ട്, ഇപ്പം നമ്മൾ പോയില്ലെങ്കിൽ തന്നെ വേറൊരാളിനെ വെച്ച് നമ്മുടെ മുഖമാക്കിയൊക്കെ അങ്ങനെ ചെയ്യാനൊക്കെ ആർട്ടിഫിഷ്യൽ ഇതെല്ലാം കാര്യങ്ങൾ നടക്കുന്നു ഇവിടെ. ഈ മക്കളോട് ഇപ്പോഴും അഭിമാന പുരസ്കാരമാണോ പറയാറ്? പ്രിയദർശൻ അക്ഷയ് കുമാറിനെയും മോഹൻലാലിനെയും വെച്ച് മാത്രമല്ല എന്നെ നായകനാക്കിയിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരാണ് ദീന്തരികിടതം എന്നുള്ളത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ഈ പ്രിയദർശൻ്റെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ പേര് കൊത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് പുള്ളി അഭിനയിച്ച പടങ്ങളിലെ ഹീറോകളുടെ പേരുണ്ട്, അതിൽ എൻ്റെ പേരുണ്ട്, മണിയമ്പിള രാജുണ്ട്. പിന്നെ പ്രിയദർശനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത പേരുടെ ലിസ്റ്റുണ്ട്, അതിൽ ഞാൻ പ്രിയദർശനെ വെച്ചിട്ട് അന്ന് ചെയ്തില്ലേ ഹലോ മീഡിയ റോങ് നമ്പർ, അപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ പേര് വെച്ചിട്ടുണ്ട്. അത് കേട്ടത്. ഇതെൻ്റെ സിനിമയിൽ വന്നിട്ട് നിങ്ങൾ ചോദിച്ചില്ല, ഞാൻ പറയണല്ലോ, ഇത് എൻ്റെ 50-ാം വർഷമാണ്. 1975 1975 ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മോഹിനിയാട്ടത്തിലൂടെയാണ് വന്നത്. 2025 ആയപ്പോൾ 50 വർഷമായി. 50 വർഷങ്ങൾ. ഞാൻ ഇപ്പോൾ യുദ്ധമൊക്കെ നടന്നുകൊണ്ട് ആഘോഷങ്ങളൊന്നും ഇല്ല, ഒന്ന് ചോദിക്കില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും വിളിച്ചിട്ട് പാർട്ടിയൊക്കെ തന്നെ വെച്ചാണ്.
അപ്പം അതിർത്തിയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നതല്ലേ, അപ്പം നമ്മൾ ആഘോഷമൊന്നും പാടില്ല. ഇപ്പോൾ പിന്നെ സന്തോഷമായി, നമ്മളെല്ലാം ഒത്തുതീർപ്പായി റെഡിയായില്ല. സ്ഥിരം കലാഭമണി ഭാവങ്ങളൊന്നും ഇല്ലാത്തൊരു പടം കൂടി അത്. എന്നാൽ നമുക്ക് ഭയങ്കര പേടിയുണ്ട്. നടേശൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും എന്ന് നടേശൻ പറയുന്നത് മുതലാളി ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡാണ്, ബെസ്റ്റ് വില്ലൻ അവാർഡ് കിട്ടിയ റോളാണ്. അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാം. സ്ഥിരം കലാഭവൻ അദ്ദേഹം വില്ലനായിട്ട് ചെയ്യുന്ന മറ്റു സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും അല്ലാതെയും വില്ലത്തരം ചെയ്യാം, വേറൊരു രീതിയിൽ കലാഭവൻ അവതരിപ്പിക്കാം. ഞാൻ അതിനേക്കാളും സംബന്ധിച്ച് വേറൊരു വേഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മണിയാണ് ആപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാസ്റ്റ് ചെയ്തതാണ്. സന്തോഷിൻ്റെ അടുത്ത് പറഞ്ഞത് 2 കാസ്റ്റിങ്ങാണ്. സന്തോഷിനെ കാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പേ കാസ്റ്റ് ചെയ്തതാണ് ഞാൻ മനോജ് കെ ജി ആച്ചി ആ റോള് ചെയ്യുന്നത്, ദിഗംബരൻ്റെ വേഷം. അതുപോലെ അതിനകത്ത് ബ്ലൈൻഡായിട്ട് കലാഭവൻ മണി ചെയ്ത് വേറൊരു വലിയ സംഭവം മണി ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് വില്ലൻ ആക്ടർ ആയിട്ടും അവാർഡ് കിട്ടി. ഇതിനകത്ത് മറ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല ഈ കൊച്ചിൻ കാർണിവല് ഷൂട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ അത് RDXലാണ് അതുപോലെ ഒരു സംഭവം വരുന്നത്. പക്ഷെ RDXൽ ഇത്രയും വലിയ ഗ്രാൻഡ്യൂർ ഇല്ല, കുറെ ആളുകൾ, അത്രയും വലിയ പപ്പാനിയുടെ അകത്ത് ക്ലൈമാക്സ്, അത് എത്രമാത്രം വന്ന് പൈസ ചെലവ് വന്നിട്ടുണ്ട്, എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഷൂട്ടിങ്. അതിൻ്റെ ആർട്ട് ഡയറക്ടർ സുനിൽ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചു 2 വർഷം. അദ്ദേഹം തന്നെയാണ് അനന്തഭദ്രത്തിൻ്റെ ആർട്ട് ഡയറക്ടർ. അതിന് സ്റ്റേറ്റ് അവാർഡായിരുന്നു ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ. അപ്പോൾ ഇതും പുള്ളിയെ തന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ അപ്പാനി ഉണ്ടാക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപയായിട്ടുണ്ട്. കാര്യം കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ കയറണം, ഫൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ലാസ്റ്റ് അപ്പോൾ ഇരുമ്പിലാണ് അകത്ത് ചെയ്തിരിക്കുന്നത്, പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴൊന്നും അല്ല അതിൻ്റെ ടെൻഷൻ എടുത്ത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് സെൻസറിങ്ങിന് വന്നപ്പോഴത്തേക്ക് അവരൊന്നും സെൻസർ ചെയ്യാൻ പറ്റില്ല. എന്താണ് അങ്ങനെ കത്തിക്കാൻ പാടില്ല, അപ്പം അതിനെ കത്തിക്കാൻ പാടില്ല. അത് അവസാനം ഒരു പ്രത്യേക മതക്കാരൊന്ന് വഴക്കുണ്ടാകും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ. നമ്മൾ അത് ദൈവമായിട്ടല്ല അങ്ങനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മട്ടാഞ്ചേരിയിലുള്ള ആഘോഷമാണ്. പിന്നെ നമ്മൾ റെഫറൻസ് വേൾഡിൽ ഇന്ന സ്ഥലത്തൊക്കെ ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അന്നത്തെ സെൻസർ ഓഫീസിന് ഭയങ്കര പേടി. ശരി, അങ്ങേരെ ബാധിക്കുന്നവരില്ല. അങ്ങേരെ അവസാനം നിവർത്തി ഞാൻ സാർ ഇത് ഇനി പടം റിലീസിന് കുറച്ച് ദിവസം, ഈ ഒരൊറ്റ കാരണം പറഞ്ഞാൽ റീഷൂട്ട് ചെയ്യാനും പറ്റില്ല, ഇതില്ലാതെ ആ പടത്തിന് ക്ലൈമാക്സും ഇല്ല. അത് സാർ എങ്ങനെയും സെൻസർ ചെയ്തിട്ടില്ല, നമ്മൾ എന്തുവേണം എഴുതി തരണം. അങ്ങനെ അദ്ദേഹം ഇവിടെ ഈ പറഞ്ഞ മാതിരി മട്ടാഞ്ചേരി CI വിളിക്കുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട് സാർ, എല്ലാ വർഷവും ഇവിടെ ഉണ്ട്, ഇതുപോലെ അപ്പാനിയെ കത്തിക്കുന്നുണ്ട്, അതൊരു ചടങ്ങാണ്, മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള ഇവിടെ അത് ചെയ്യാറുണ്ട്, കൊച്ചിയിൽ മാത്രമേ അത് നടക്കാറുള്ളൂ, അത് നടന്നു. അങ്ങനെയാണ്. എന്നാലും എൻ്റെ ഒന്ന് എഴുതി വെച്ചു, ഇതുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കോംപ്ലിക്കേഷൻസൊക്കെ പറഞ്ഞാൽ ഞാൻ ഉത്തരവാദി രാജുവായിരിക്കുന്നത്, ഞാൻ മുന്നേ എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടാണ് അത് ഒന്ന് സെൻസർ ചെയ്തിട്ടുണ്ട്. ഈ വെള്ളനകളുടെ നാട്ടിൽ മറ്റേ ഈ തിക്കുറിശി ചേട്ടൻ ലാലേട്ടനോട് പറയുന്നില്ലേ, നീ എങ്ങോട്ടെ ഈ വടിയും ജുബിയൊക്കെ ഇട്ടിട്ട്? അങ്ങനെയല്ല, അത് പറയുന്നത് ഇതാണ്, കാലത്ത് എങ്ങോട്ടാ അവൻ്റെ കൂറിയും വാടിയും ബാഗും കണ്ട ഒരു കണിയാൻ്റെ കൂട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വിഷയമായിരുന്നു. അത് സെൻസർ ബോഡി ചെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പ്രത്യേക ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കാര്യത്തിനും ഇഷ്യൂസ് ഉണ്ട്, കണിയാൻ എന്നുള്ളൊരു കാസ്റ്റ് ഒന്നും പറയാൻ പാടില്ല, അത് പിന്നെ മാറ്റി പറഞ്ഞു. അത് ചെയ്തിട്ടുണ്ട് സംഭവം. അല്ല, അത് മാറ്റിയില്ല. അതും സെൻസർ ഓഫീസർ ഞാൻ കണിയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുന്നതാണ്. പൂജാരി എന്ന് പറഞ്ഞാലും കണിയാൻ എന്ന് പറയുന്നത് അവരാണ് നോക്കുന്ന പ്രശ്നങ്ങൾ. അത് എൻ്റെ നിന്ന് എഴുതി വാങ്ങിച്ചു, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നോക്കിക്കൊള്ളാം, ഞാൻ ഏറ്റിട്ട് അങ്ങനെ എഴുതിക്കൊള്ളാം. ഞാൻ ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനും മറ്റ് ലൊക്കേഷൻ നോക്കുന്നത് എപ്പോഴും ആസ് യൂഷ്വൽ ലൊക്കേഷനിൽ നിൽക്കും, ഡബിങ്ങിനും എല്ലാം അറ്റൻഡ് ചെയ്യുമല്ലോ. സെൻസറിങ് ഓഫീസിൽ ഞാൻ പടം തീരുന്നൊരു വെളിയിൽ നിൽക്കും, ഇവരെ വായി വന്ന് ഇത് ഓക്കെ കിട്ടുന്നവരെ സമാധാനമില്ല. അങ്ങനെ ഇതും ഞാൻ കൂടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് അത് ഞാൻ ചെയ്തത്. ഈ പൊൻമുട്ടയിടുന്ന തട്ട എന്നുള്ള പടം സെൻസർ ഒബ്ജക്ഷൻ ആദ്യമേ വന്നുകൊണ്ട് മാറ്റി പൊൻമുട്ടയിടുന്ന താറാവെന്നാക്കി.